record days in a car to battle hunger. ടോണി സെബാസ്റ്റ്യൻ്റെ ഒരു റൈറ്റപ്പ് ആണ്, അതിൻ്റെ തലക്കെട്ടാണ് ഇത്. ടോണി സെബാസ്റ്റ്യൻ ഇപ്പോൾ സിംഗപ്പൂർ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഹോൾഡറാണ്. എങ്ങനെ അതിൽ എത്തിപ്പെട്ടു, എന്തൊക്കെയാണ് ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കാൻ എന്നോടൊപ്പം ടോണി തന്നെ ചേരുന്നു. നമസ്കാരം ടോണി. ശരിയിലേക്ക് സ്വാഗതം. ഒരു ആർട്ടിക്കിൾ, ഒരു ലൈറ്റപ്പ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ, അതിനകത്ത് ഫുഡ്, ഹങ്കർ, സ്റ്റാർവിങ്, ഒരുപാട് കാര്യങ്ങൾ വരുന്നു. ലെറ്റ് മീ നോ അതിന് പിന്നിലുള്ള ഫസ്റ്റ് ഡിസൈസീവ് പോയിന്റ് എന്താണെന്നുള്ളത്. അതായത് വൈ ഡിഡ് യു ടേക്ക് ദിസ് ചാലഞ്ച് ആൻഡ് എത്രമാത്രം പാടായിരുന്നു ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ? ഞാൻ താങ്ക് യു സോ മച്ച് ഹരി ഫോർ ഇൻവൈറ്റിംഗ് മീ. ഞാൻ ആക്ച്വലി ഒരു വെല്ലുവിളികളെയൊക്കെ നേരിടുന്ന അല്ലെങ്കിൽ വെല്ലുവിളികളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നമ്മളെല്ലാ ആസ് എ സിംഗപ്പൂർ റെസിഡൻറ്റ് ഞാൻ 17 വർഷമായിട്ട് ഞാൻ സിംഗപ്പൂരിലാണുള്ളത്. സോ ഐ എം എ കണ്ടൻറ് ക്രിയേറ്റർ ഇൻ സിംഗപ്പൂർ. അപ്പം നമ്മൾ ഓരോ ചലഞ്ചസും നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള രീതികളിൽ നമ്മൾ ചെയ്യാൻ നമ്മൾ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പം ഈ ഒരു റെക്കോർഡിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ, സോ ഐ വാസ് ആക്ച്വലി പാർട്ട് ഓഫ് ഫുഡ് ഫ്രം ദ ഹട്ട്. ഫുഡ് ഫ്രം ദ ഹട്ട് എന്ന് പറയുന്നത് സിംഗപ്പൂരിലെ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്, ഇൻഡിപെൻഡൻറ്റ് ഓർഗനൈസേഷനാണ്. അപ്പം ഞാൻ അവിടുത്തെ ഒരു വോളണ്ടിയറാണ്. ഫുഡ് ഫ്രം ദ ഹട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂപ്പർ മാർക്കറ്റുകളിൽ പോയിട്ട് നമ്മുടെ സാധാരണ ആൾക്കാർക്ക് ഫുഡ് പാക്കറ്റ്സ് ഒക്കെ മേടിച്ച് അത് ഇവർക്ക് കൊടുക്കും. അപ്പോൾ ഈ ഫുഡ് ഫ്രം ദ ഹട്ട് ഓർഗനൈസേഷൻ അത് സിംഗപ്പൂരിലെ നീഡി ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ഡെലിവറി ചെയ്യും. സിംഗപ്പൂർ ഒരു ഡെവലപ്ഡ് കൺട്രി ആണെങ്കിലും ഇപ്പോഴും സോ മെനി പീപ്പിൾ ഹു ആക്ച്വലി ബാറ്റിൽ ഫോർ ഹങ്കർ. സോ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് ഫുഡ് ഫ്രം ദ ഹട്ട്. സോ ഐ എം വെരി മച്ച് ഇൻ ടു ദാറ്റ്. അപ്പം ഫുഡ് ഫ്രം ദ ഹട്ട് എല്ലാ കൊല്ലവും ഹാർട്ട് ഓൺ വീൽസ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം നടത്തും. ഹാർട്ട് ഓൺ വീൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സിംഗപ്പൂരിലൊരു ഓത്തറൈസ്ഡ് ഓട്ടോമൊബൈൽ ഡീലർ അവരുടെ ഡെസ്റ്റിനേഷനിൽ നടത്തുന്ന ഒരു ഇവൻ്റാണ്. അവർ സ്പോൺസേർഡാണ്, അവർ നടത്തുന്ന ഒരു ഇവൻ്റ്. അതായത് ബേസിക്കലി കാറും കൊണ്ട് നമ്മൾ വരുന്നു, നമ്മൾ ഫുഡ് പാക്കറ്റ്സ് ഡെലിവറി ചെയ്യുന്നു. ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ കാറൊന്ന് ജസ്റ്റ് അവരുടെ ഗ്ലാസ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇവർ പോകുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കാർസ് വന്ന് ഡെലിവറി ചെയ്തിട്ട് പോകും. അപ്പോൾ ഓരോ ഗ്രൂപ്പ്സ് ഉണ്ട്. ഇപ്പോൾ BMW, മെഴ്സിഡീസ്, ഹാർലി ഡേവിഡ്സൺ, ഇങ്ങനത്തെ ഓരോ ഇൻഡിവിജ്വൽ ഗ്രൂപ്പ്സ് വന്നിട്ട് ഇത് ഫുഡ് പാക്കറ്റ്സ് ഡെലിവറി ചെയ്തിട്ട് പോകും. അപ്പം ആ ഒരു പരിപാടിക്ക് എനിക്ക് പാർട്ടാകുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് 2024 മാർച്ച് മാസം 5-ാം തീയതി ആയിരുന്നു ഈ ഒരു പരിപാടി, ഹാർട്ട് ഓൺ വീൽസ് എന്ന പരിപാടി. അപ്പോൾ ആസ് എ കണ്ടൻറ് ക്രിയേറ്റർ നമ്മൾ എൻ്റെ ഓർഗനൈസേഷനോട് സംസാരിച്ചു, എങ്ങനെയാണ് നമുക്കൊരു വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ ഒരു പരിപാടി നമുക്ക് പ്രൊമോട്ട് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു ഐഡിയ ഇങ്ങനെ തോന്നി, നമുക്ക് എന്തുകൊണ്ട് ഒരു കാറിൽ നമുക്കിങ്ങനെ സിംഗപ്പൂരിൽ യാത്ര ചെയ്തുകൂടാ എന്നുള്ളൊരു ആളുകളിലോട്ട് ഒരു അവയർനെസ് കൊടുക്കുക. കാരണം ഈ പരിപാടി മാർച്ച് 5-ാം തീയതി നടക്കുമ്പം അതിന് മുമ്പ് നമുക്കൊരു കൂടുതൽ ആൾക്കാരിൽ, അപ്പോൾ കൂടുതൽ ആൾക്കാരിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഡൊണേഷൻസ് കിട്ടും, കൂടുതൽ പാക്കറ്റ്സ് ആ ഒരു സമയത്ത് നമുക്ക് നടക്കില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റിലോട്ട് വന്നത്. അപ്പം നമുക്ക് എന്ത് വ്യത്യസ്തമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് സിംഗപ്പൂർ മൊത്തം ഒന്ന് കറങ്ങാം എന്നുള്ളൊരു കൺസെപ്റ്റ്. പക്ഷേ എന്നാലും എനിക്കത് പോരാ, ചുമ്മാ കറങ്ങല്ലേ. അപ്പോൾ ആസ് എ കണ്ടൻറ് ക്രിയേറ്റർ നമുക്ക് എന്ത് വ്യത്യസ്തമായിട്ട് ചെയ്യാമെന്ന് നമ്മൾ ആലോചിക്കും. അങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റ് വന്നത്. നമുക്ക് എന്നാൽ കാറിൽ സഞ്ചരിക്കുമ്പോൾ കാറിൽ താമസിച്ചാലോ എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നു. അപ്പോൾ പിന്നെ ഫർദർ ഡിസ്കഷൻസ് കഴിഞ്ഞ് അപ്പോൾ അവിടെ ഓർഗനൈസേഴ്സ് പറഞ്ഞു, ടോണി ഇത് ആരും അങ്ങനെ ചെയ്തിട്ടില്ല, നമുക്ക് എന്തുകൊണ്ട് നമുക്കിതൊരു ബുക്ക് ഓഫ് റെക്കോർഡ്സിലൊന്ന് അപ്രോച്ച് ചെയ്തുകൂടാന്ന്. ഓർഗനൈസേഴ്സാണ് എൻ്റെ ഐഡിയ അത് ഒരു റെക്കോർഡിലോട്ട് എത്തിച്ചത്. അവരാണ് പറഞ്ഞത് ഇത് റെക്കോർഡ് ഇങ്ങനെ ആരും ചെയ്തിട്ടില്ല, അപ്പം ഇത് ചെയ്യുമ്പം ഒരു റെക്കോർഡ് ടൈറ്റിലും കൂടെ വേണമെങ്കിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം, നമുക്കതിനെപ്പറ്റി അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഓർഗനൈസേഴ്സ് എന്നെ ബുക്ക് ഓഫ് റെക്കോർഡ്സിലോട്ട് അവരുടെ ഒഫീഷ്യൽസുമായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ അവർ ഇതിനെപ്പറ്റി പഠിച്ചു. ഞാനൊരു പ്രൊപ്പോസൽ പ്രിപ്പയർ ചെയ്ത് അവരതിനെപ്പറ്റി പഠിച്ചു. അപ്പോൾ അവരെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഈ പരിപാടി നടക്കുന്നത്. ഇത് ഏകദേശം ഒരു നവംബർ ആ ഒരു സമയത്താണ് പരിപാടി, ഫെബ്രുവരിയിൽ. അപ്പോൾ 2 മാസം മുമ്പാണ് 2-3 മാസം മുമ്പാണ് നമ്മളിത് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടാണ് സംഭവം നമുക്ക് മനസ്സിലായത് ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അവരുടെ ഗൈഡ് ലൈൻസ് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര നമുക്ക് ഗൈഡ് ലൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം എല്ലാ റെക്കോർഡും
ഈ റെക്കോർഡ്സ് ആർ നോട്ട് ഈസി. അത് പരമാവധി അത് യുണീക്ക് ആക്കാനും അത് ചലഞ്ചിങ് ആക്കാനും ഇവർ ശ്രദ്ധിക്കും. അപ്പോൾ ഇവർ പറഞ്ഞത് ഓക്കെ യു ക്യാൻ ഹോൾഡ് ദിസ് ടൈറ്റിൽ ലോങ്ങസ്റ്റ് സ്റ്റേ ഇൻ എ കാർ, ബട്ട് ഹിയർ ആർ ദ ഗൈഡ് ലൈൻസ്. 5 ദിവസം ആദ്യമേ പറഞ്ഞു 3 ദിവസം താമസിക്കണമെന്ന്. 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കാറിൽ സ്റ്റേ ചെയ്യണം. അപ്പോൾ ഞാനത് പേഴ്സണലി ഞാൻ പറഞ്ഞു 3 ദിവസം വേണ്ട, നമുക്ക് 5 ദിവസം ആക്കാമെന്ന് പറഞ്ഞു. കാരണം സോ ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ നമുക്ക് ഇച്ചിരി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഇത് കാണായിരിക്കും. എനിക്ക് എൻ്റെ മെൻ്റൽ ഹെൽത്തോ ഫിസിക്കൽ ഹെൽത്തോ ഒന്നും നമ്മൾ നോക്കുന്നില്ല, ബട്ട് നമ്മളൊരു 5 ഡേയ്സും കൂടെ പ്രപ്പോസ് ചെയ്തു. അപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്തു. എവറി 1 hour ഐ വിൽ ഗെറ്റ് 5 minutes ബ്രേക്ക്. ബേസിക്കലി ടോയ്ലറ്റിൽ പോകാനുള്ള അല്ലെങ്കിൽ ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് കാറിന് വെളിയിൽ സ്റ്റെപ്പ് ഔട്ട് ചെയ്യാം. പക്ഷേ ആ എക്സാക്ട്ലി 5 minutes കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് കയറണം. രണ്ടാമത്തെ ഗൈഡ് ലൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു കവർ ദ എൻറ്റയർ സിംഗപ്പൂർ. സിംഗപ്പൂരിൽ 28 ഡിസ്ട്രിക്ട്സ് ഉണ്ട്. ആ 28 ഡിസ്ട്രിക്ട്സും ഓരോ ദിവസവും ഇന്ന സ്ഥലങ്ങൾ നമ്മൾ കറങ്ങി നമ്മൾ പോകണം. പിന്നെ നമ്മൾ ഈ കാറ് നമ്മൾ വണ്ടിക്കകത്ത് ഇരിക്കുമ്പോൾ ഇവർ നമ്മളെ മോണിറ്റർ ചെയ്യും. ഫിസിക്കലായിട്ട് 2 പേരും ഓൺലൈനായിട്ട് 2 പേരും നമ്മളെ മോണിറ്റർ ചെയ്യും. എന്നുവെച്ചാൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അവർ കാറിൽ കാണത്തില്ല. ദേ വിൽ ബി സംവെയർ. അവർ ആരാ എന്താണെന്നൊന്നും നമ്മളോട് പറയത്തില്ല, ബട്ട് ദ ആർ പീപ്പിൾ ഹു ആക്ച്വലി വാച്ച് മീ. ഞാൻ എന്താണ് ചെയ്യുന്നത്, എൻ്റെ ലൊക്കേഷൻ. കാരണം ഇപ്പം അവർക്ക് നമുക്ക് ദൂരെ നിന്ന് നമ്മളെ വാച്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മളെ വാച്ച് ചെയ്യും എന്നുള്ളൊരു കൺസെപ്റ്റിൽ അവർ വന്നു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ചെയ്യാമെന്ന് പറഞ്ഞത് എനിക്കറിയത്തില്ല, പക്ഷേ ഐ ഹാവ് എ ഡിറ്റർമിനേഷൻ ദാറ്റ് ഐ വാണ്ട് ടു ഡു സംതിങ് യൂണിക് ആൻഡ് ഇറ്റ് ഷുഡ് ബി ചലഞ്ചിങ് ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു മേക്ക് ഇറ്റ് ഈസി. അപ്പോൾ അവസാനം പിന്നെ പ്രിപ്പറേഷനായിരുന്നു ഓരോ ദിവസവും. കാരണം ഒന്നാമത്തെ കാര്യം ആസ് എ കണ്ടൻറ് ക്രിയേറ്റർ ഞാൻ 17 years ആയിട്ട് സിംഗപ്പൂരുണ്ടെങ്കിലും സിംഗപ്പൂരിലെ എല്ലാ സ്ഥലങ്ങളും നമുക്ക് അറിയത്തില്ല. പിന്നെ നമ്മൾ സിംഗപ്പൂരിലെ എല്ലാ സ്ഥലങ്ങളും പഠിച്ചു. 28 ഡിസ്ട്രിക്റ്റ്, അതിൻ്റെ അകത്തെ ഓരോ ഭാഗങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ അകത്തെ പ്രത്യേകതകൾ എന്താണ്. അപ്പം ഞാൻ വീഡിയോ ചെയ്യുന്ന കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഓരോ സ്ഥലത്തും ആ സ്ഥലം എന്താണെന്ന് അതിൻ്റെ ചരിത്രവും ഞാനിങ്ങനെ പഠിച്ചു. ഓരോ സ്ഥലങ്ങളിൽ എങ്ങനെയാണ് പോകുന്നത്. അപ്പം അതൊരു വലിയൊരു പ്രിപ്പറേഷനായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രിപ്പറേഷൻ ഡേ ബൈ ഡേ വിത്ത് ടൈം ഓരോ ദിവസവും എവിടെയാണെന്ന് നമ്മൾ ഇവർക്ക് റിപ്പോർട്ട് കൊടുക്കണം. എന്നിട്ടിപ്പം രാവിലെ 9 മണി തൊട്ട് 10 മണി വരെ ഇന്ന സ്ഥലത്താണെങ്കിൽ നമ്മളവരോട് പറയണം ഞാൻ ഇന്ന സ്ഥലത്താണ്. 10 മണി തൊട്ട് 11 മണി വരെ ഇന്ന സ്ഥലത്ത് ലഞ്ച് ഇവിടുത്തെ കഴിക്കും. അപ്പോൾ അതൊരു ഹെവി പ്രിപ്പറേഷനാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ആ പ്രിപ്പറേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്തു, അവരത് അപ്രൂവ് ചെയ്തു. പിന്നെ നമുക്ക് വണ്ടി വേണമായിരുന്നു. ഞാൻ ബേസിക്കലി ഞാനൊരു 6 feet ടോളാണ്. അപ്പോൾ നമുക്ക് ഏത് വണ്ടി വേണം. അപ്പോൾ എൻ്റെ ഒരു SUV ആണ്. അപ്പോൾ SUVയിൽ നമുക്ക് പുറയിലൊക്കെ അത്യാവശ്യം നമുക്ക് ഇരിക്കാം. അപ്പോൾ നമുക്കറിയത്തില്ലേ ഇപ്പോൾ ലോങ് സ്റ്റേയിൻ്റെ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു കാറിൻ്റെ അകത്ത് സ്റ്റേ ചെയ്യുന്നത്, അങ്ങനെ നമുക്കറിയത്തില്ലേ. അപ്പോൾ ഞാൻ കുറച്ച് യൂട്യൂബിലൊക്കെ ഞാൻ വീഡിയോ കണ്ടു. അപ്പോൾ യൂട്യൂബിൽ വീഡിയോ നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് 1 മണിക്കൂർ കാറിൽ സ്റ്റേ ചെയ്തവരുടെ വീഡിയോ ഉണ്ട്, ഒരു ദിവസം സ്റ്റേ ചെയ്തവരുടെ വീഡിയോ ഉണ്ട്, ഓവർനൈറ്റ് സ്റ്റേ ചെയ്തവരുടെ വീഡിയോ ഉണ്ട്. പക്ഷെ ഇത്രയും ലോങ്ങസ്റ്റ് ചെയ്തവരുടെ ആദ്യം വീഡിയോ ഇല്ല. കാരണം നമുക്കറിയത്തില്ലേ. അപ്പം ചിലവർ ഇലക്ട്രിക് കാറിൽ ചെയ്തിട്ട് ഈ ടെസ്ല എന്ന് പറയുന്ന കാറിലൊക്കെ സ്റ്റേ ചെയ്ത്, ഇപ്പോൾ ടെസ്ല കാർ ഒരു ക്യാമ്പിംഗ് മോഡൊക്കെ ആവും. അപ്പം കാർ ഇങ്ങനെ ഇഗ്നിഷൻ ഓണാക്കി അല്ലെങ്കിൽ ഒരു ബാറ്ററി പവർഡ് ആയിട്ട് AC ഒക്കെ വെച്ച് നല്ല ലാവിഷായിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ പിന്നെ ലാൻഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഗൈഡ് ലൈൻസ് നോക്കിയപ്പം നമുക്ക് വണ്ടി ഇഗ്നിഷൻ ഓണാക്കി ഇത്ര സമയത്തിനകം നമുക്ക് വെക്കത്തില്ല. അപ്പോൾ വണ്ടി യു ഹാവ് ടു സ്വിച്ച് ഓഫ് ദ കാർ. അപ്പം നമ്മൾ എങ്ങനെയാണ് പിന്നെ നമ്മൾ സർവൈവ് ചെയ്യുന്നത്. പിന്നെ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചു. അപ്പം ഈ ഹാർട്ട് ഓൺ വീൽസ് എന്ന് പറഞ്ഞ പരിപാടി ഓർഗനൈസ് ചെയ്തത് വേൺസ് ഓട്ടോമൊബൈൽസ് എന്ന് പറഞ്ഞ സിംഗപ്പൂരിലൊരു ഓട്ടോമൊബൈൽ ഡീലേഴ്സാണ്. അപ്പോൾ അവരാണ് ഈ സിംഗപ്പൂരിലെ ഡിഫൻഡർ കാറ്റഗറി എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ടോണിക്ക് ഇഷ്ടമുള്ള വണ്ടി ചൂസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത വണ്ടിയാണ് ഡിഫൻഡർ 110. അപ്പോൾ എന്നോട് പറഞ്ഞു അതെടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എനിക്ക് ആ വണ്ടി ഒരു 2 ദിവസം മുമ്പ് എനിക്കത് ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ആ വണ്ടി നോക്കിക്കഴിഞ്ഞപ്പം ഫ്രണ്ടിൽ 2 സീറ്റ്, ബാക്കിൽ ഫുൾ നമ്മളൊരു ബെഡൊക്കെ ഇട്ട്, പിന്നെ വിൻഡോയിൽ മറ്റേ മോസ്കിറ്റോ നെറ്റൊക്കെ ഇട്ട്, ഒരു USB ഫാന്, പിന്നെ ഒരു USB ലൈറ്റ് എല്ലാം ഇട്ട് ഞാൻ ഒരു ബെഡ്, ഒരു പില്ലോ, പിന്നെ ഒരു പെട്ടി, ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, ടോയ്ലറ്ററീസ് ഇതെല്ലാം വെച്ചു, എല്ലാം സെറ്റാക്കി. എന്നിട്ട്
ഫെബ്രുവരി 27-ാം തീയതി വൈകിട്ട് 4 മണിക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് അവർ ഫ്ലാഗ് ഓഫ് ചെയ്തു, ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എല്ലാ കാര്യങ്ങളും സെറ്റായി. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം. അല്ല ഞാൻ ചോദിക്കുന്നത്, അപ്പം ഇഗ്നിഷൻ ഓൺ ആക്കാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ അതിനുള്ള എന്താ കണ്ടുപിടിച്ച ഒരു സൊല്യൂഷൻ? എനിക്കൊരു USB ഫാൻ ഉണ്ടായിരുന്നു. അത് USB ഫാൻ. അപ്പം ഞാൻ വിചാരിച്ച്, കാരണം സിംഗപ്പൂരിൽ മോസ്കിറ്റോസ് ഉണ്ട്, അപ്പോൾ ചില സ്ഥലങ്ങളിൽ മോസ്കിറ്റോസ് ഉണ്ട്. അപ്പം നമ്മൾ ഗ്ലാസ് ഇതാക്കിയിട്ടിട്ട് ഞാനൊരു നെറ്റ് അടിച്ചു, നെറ്റ് ഫിക്സ് ചെയ്തിട്ട് USB ഇതൊക്കെ ആയിരുന്നു എൻ്റെ പ്ലാന്. പക്ഷേ ഇതെല്ലാം പാളിപ്പോയി കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടന്നിട്ടില്ല. അതാണ് ഇതിൻ്റെ അകത്ത് എനിക്ക് നമ്മൾ കൂടുതൽ ഫസ്റ്റ് ഡേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ അതിലോട്ട് വരാം. ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, ഇത് പെട്ടു അല്ലെങ്കിൽ ഇനി ഇത് നിർത്തണം, അങ്ങനെ എന്തെങ്കിലും ഒരു പോയിന്റ് വല്ല മനസ്സിൽ കയറി വന്നു? അങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലാഗ് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി യു കനോട്ട് ടേൺ ബാക്ക്. കാരണം ഇത്രയും പേര് ആൾക്കാർ അറിഞ്ഞു, പിന്നെ ഇത്രയും, കാരണം അതിലൊരു മാസീവ് പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കല്ല ഇത് ചെയ്തത്. നമ്മുടെ ആ ഫുഡ് ഫ്രം ദ ഹാർട്ട് എന്ന് പറഞ്ഞ ഓർഗനൈസേഴ്സ്, അവരുടെ മാർക്കറ്റിംഗ് ടീം, പിന്നെ മീഡിയ ടീം, പിന്നെ ഇതിൻ്റെ ഇൻക്ലൂഡിങ് ഫുഡ് ഫ്രം ദ ഹാർട്ടിൻ്റെ CEOs, പിന്നെ ഹാർട്ട് ഓൺ വീൽസിൻ്റെ ഓർഗനൈസേഷൻസ്, വേൺസ് ഓട്ടോമൊബൈൽസിൻ്റെ, പിന്നെ നമ്മുടെ ഫുഡ് ആക്ച്വലി നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കത്തില്ലായിരുന്നു, അപ്പോൾ നമുക്ക് ഫുഡ് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മൊബൈല് കാര്യങ്ങൾ, ഗാഡ്ജറ്റ്സ് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയും കാര്യങ്ങൾ എല്ലാം ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അയ്യോ ഞാൻ തിരിച്ചു പോകും, അങ്ങനത്തെ അത് ഈവൻ ദോ നമ്മുടെ മനസ്സിൽ ചെറുതായിട്ടൊരു പേടി വരും. ഇത് പരിപാടി ഫ്ലാഗ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇത് നമ്മൾ ഒറ്റയ്ക്കാണ്. കാര്യം പബ്ലിക് സ്ഥലങ്ങളിലാണ് ഉണ്ടെങ്കിലും വെൻ യു ട്രൈ ഇറ്റ് ബൈ യുവർ സെൽഫ് എലോൺ ഇറ്റ്സ് ചലഞ്ചിങ്. അപ്പം ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ഫ്ലാഗ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, അയ്യോ പെട്ടുപോയാലോ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളൊരു അങ്ങനത്തെ ഒരു അപ്രോച്ചാണ് നമുക്ക്. നമ്മുടെ ജീവിതത്തിൽ എന്ത് സാഹചര്യം വന്നു കഴിഞ്ഞാലും ഞാൻ തോറ്റു കൊടുക്കുന്നൊരു സംവിധാനമില്ല, ഞാനത് അതിജീവിക്കും. അപ്പം അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് അതിപ്പോഴും മനസ്സിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഐ മൂവ് ഫോർവേഡ്. പക്ഷേ ഫസ്റ്റ് ഡേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് പ്ലാൻ ഒന്നും വർക്കായില്ല എന്ന് പറഞ്ഞാൽ ഈ ഫാൻ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ഡേ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ഡേ ആക്ച്വലി ഫസ്റ്റ് ഡേ ഞാൻ ഫസ്റ്റ് നൈറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തായിരുന്നു എൻ്റെ ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊരു ബീച്ചിലായിരുന്നു, ബീച്ചിൻ്റെ സൈഡിലായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് ഒരു 2 മണി രാത്രി 2 മണി കഴിഞ്ഞപ്പം USB ഇത് ഫാനിൻ്റെ ചാർജ് തീർന്നു പോയി. ഇത് ചാർജ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞപ്പം വണ്ടി ഓണാക്കണം, എന്നാലേ ഉള്ളൂ ബാറ്ററി പവർ കിട്ടി ചാർജ് ചെയ്തോളൂ. എൻ്റെ കയ്യിലാണെങ്കിൽ പവർ ബാങ്ക് ഇല്ല, അത് ഞാൻ എടുക്കാനും മറന്നുപോയി, അല്ലെങ്കിൽ ഞാനത് കരുതിയില്ലായിരുന്നു. പിന്നെ ഞാൻ ബീച്ചല്ല, അപ്പോൾ ബീച്ചിൻ്റെ അവിടെ നിന്ന് ഇച്ചിരി സൈഡിൽ വണ്ടി ഇട്ടിട്ട് അവിടെ നിന്ന് ഇച്ചിരി കാറ്റൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഫാൻ പോയി, ലൈറ്റ് എല്ലാം ബാറ്ററി തീർന്നു. പിന്നെ ഞാനത് ആ പരിപാടി പിന്നെ ഫാൻ ഇല്ലായിരുന്നു. പിന്നെയുള്ള ദിവസങ്ങളിൽ ഫാനോ ലൈറ്റോ ഒന്നും ഇല്ലായിരുന്നു. രാത്രിയിൽ നമ്മൾ ഇച്ചിരി സ്ട്രീറ്റ് ലൈറ്റ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു ലാമ്പ് ഉണ്ടെങ്കിൽ ആ ലാമ്പിൻ്റെ വെട്ടത്തിൽ ഞാൻ ഇങ്ങനെ സൈഡിൽ ഇച്ചിരി കൊണ്ടിടും. അപ്പം രാത്രിയിൽ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ഒന്നാമത്തെ ഈ വണ്ടി ഇച്ചിരി വലുതും ഇച്ചിരി അട്രാക്റ്റീവ് ആയിട്ട്, കാരണം ആ വണ്ടി ഫുൾ സ്റ്റിക്കേഴ്സാണ്, ഈ ഇവൻറ്റിൻ്റെ ഇതുണ്ട്. പിന്നെ അതിൻ്റെ പുറയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ടോണി സെബാസ്റ്റ്യൻ സ്റ്റേയിങ് ഇൻ ദിസ് കാർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരത് വായിച്ച് നോക്കിയിട്ട് ഇത് എന്താണെന്നൊക്കെ ഇങ്ങനെ എത്തിവരെന്ന് നോക്കും. അപ്പോൾ നമ്മളിങ്ങനെ കണ്ണടച്ച് കിടന്നുറങ്ങുമ്പോൾ ആരുടെയും നമ്മൾ തുറക്കുമ്പോഴായിരിക്കും ഒരാൾ വന്നിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ബേസിക്കലി അവർ നോക്കുന്നതാണ് ഇവൻ എന്നെ ഇതിൻ്റെ അകത്ത് പരിപാടി കാണിക്കുന്നതെന്ന്, അല്ല ഇവന് ജീവനുണ്ടോ, ഇവൻ എന്താണ്, ഇവന് വല്ല റിസ്ക് ഉണ്ട്. കാരണം നമ്മളെ ഇപ്പം എൻ്റെ ഫാമിലിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു, വൈഫിന് പ്രത്യേകിച്ച് ഭയങ്കര പേടിയായിരുന്നു. ഇങ്ങനെ ഇതൊക്കെ പറയും, ഇങ്ങനെ അവിടെ പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത്. പക്ഷെ ആക്ച്വലി നമ്മൾ ഫിസിക്കലി മെൻ്റലി നമ്മൾ നല്ല പ്രിപ്പയർഡ് ആയിരുന്നു. അല്ല അതെൻ്റെ ചോദ്യം. ഇപ്പം ഫിസിക്കലി അവിടെ 2 പേര് ഉണ്ട്, പക്ഷെ നമ്മുടെ കൂടെ ആരും ഇല്ല എന്ന് പറയുമ്പോൾ പോലും ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമെന്ന് ചോദ്യമില്ലേ? റെസ്പോൺസിബിലിറ്റി ഞാൻ എടുക്കണം, അത്രേ ഉള്ളൂ. നമ്മൾ തന്നെ അവർ റെസ്പോൺസിബിലിറ്റി ഇല്ല എല്ലാം. അതുകൊണ്ടാണ് നമ്മൾ ഒരു കാര്യം നമ്മൾ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുമ്പം വി ഹാവ് ടു ബി വെരി പ്രിപ്പയർഡ്, അതായത് ഫിസിക്കലിയും മെന്റലിയും പ്രിപ്പയർഡ് ആയിരിക്കണം. അല്ലാതെ ഒരു തരത്തിലും അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ഹോസ്പിറ്റാലിറ്റി പരിപാടി ഇല്ല, നത്തിങ്. പിന്നെ നമുക്ക് ഇവിടെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്
നമ്മൾ വീട്ടുകാരോടും നമ്മുടെ ഫ്രണ്ട്സിനോടും. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാം ഇങ്ങനെ നമുക്ക് മെസ്സേജ് അയക്കും, ഇങ്ങനെ ഇതുണ്ട്, ആക്റ്റീവാണ്. അപ്പം നമ്മുടെ ലൊക്കേഷൻ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ വന്നിട്ട് ഇടയ്ക്ക് അവർ വന്ന് നമ്മളെ കാണും. നമുക്ക് നമ്മളുടെ ലഞ്ചിന് അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ ഫ്രണ്ട്സ് നമ്മളിവിടെ ജോയിൻ ചെയ്യും. അപ്പോൾ അവർ അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എലോൺ ആണെങ്കിലും, സോ എനിക്ക് ഓരോ ദിവസവും സിംഗപ്പൂരിലെ ഓരോ കണ്ടൻറ് ക്രിയേറ്റേഴ്സ്, ഇപ്പം ചൈനീസ് അവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സ് എൻ്റെ കൂടെ ജോയിൻ ചെയ്യും ഇന്ന സ്ഥലങ്ങൾ. അപ്പോൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്യും. അപ്പം ഞങ്ങൾ കഥകൾ പറഞ്ഞ് അല്ലെങ്കിൽ അവിടുത്തെ ആ പോകുന്ന സ്ഥലത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ നമ്മളൊരു, അതുകൊണ്ട് ഡേ ടൈം എനിക്ക് അത്ര പ്രശ്നമില്ലായിരുന്നു. നൈറ്റ് ടൈം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ നമ്മൾ ഒരു മെൻ്റലി നമ്മൾ പ്രിപ്പയർഡ്, കാരണം ഐ നോ ദിസ് ഈസ് വാട്ട് ഐ എം ഗോയിങ് ടു ഡു. അപ്പം അതിൻ്റെ അകത്ത് പ്ലാൻ എ വർക്കൗട്ട് ആയില്ല, പ്ലാൻ ബി സി ഡി ഇ, പിന്നെ പ്ലാനേ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ അവിടെ വെറുതെ കിടക്കുമായിരുന്നു. പക്ഷേ സോ ഐ ഡിഡ് ഇറ്റ് ഫോർ പർപ്പസ്. കാരണം ഓരോ ദിവസവും ഇന്ന സ്ഥലങ്ങൾ കവർ ചെയ്യുന്നതും പിന്നെ അതിൻ്റെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതും, അതിന് പുറമെ ഇവർക്ക് ബ്രെഡ് റൺ എന്ന് പറഞ്ഞിട്ട് ഫുഡ് ഫ്രം ദ ഹാർട്ടിൻ്റെ ഒരു പ്രോഗ്രാമുണ്ട്. ബ്രെഡ് റൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബേക്കറി അല്ലെങ്കിൽ ഈ ഷോപ്സിൽ ലെഫ്റ്റ് ഓവർ വരുന്ന ബ്രെഡ്സ് അത് ഇവരെ ഒരു 8 മണി 8:30 9 ആ ഒരു സമയത്ത് ഇവർ കളക്ട് ചെയ്തിട്ട് ആ ഷോപ്പിൻ്റെ അടുത്തുള്ള നീഡി ആയിട്ടുള്ള ഒരു ഹോംസ് കാണും, അവിടെ കൊണ്ടുപോയി ഡെലിവറി ചെയ്യും. അത് ബ്രെഡ് റൺ എന്ന് പറയുന്നൊരു പ്രോഗ്രാമുണ്ട്. അപ്പം ഞാൻ ഒരു ദിവസം ഒരു 2 hours ഞാൻ ഈ ബ്രെഡ് റണ്ണിന് വേണ്ടി പോയി. അപ്പം അവിടെ പോയിട്ടുള്ള ഷോപ്സിൽ നിന്നെല്ലാം ബ്രെഡെല്ലാം കളക്ട് ചെയ്ത് എന്നിട്ട് അത് അവിടുത്തെ ഒരു നഴ്സിംഗ് ഹോം പോലത്തെ ഒരു ഹോമുണ്ട്, അവിടെ പോയി ഡെലിവറി ചെയ്യും. നമുക്ക് അവരെ കാണത്തില്ല, പക്ഷേ അവർക്കറിയാം അതൊരു പ്രോഗ്രാം. അപ്പോൾ അവിടുത്തെ അതോറിറ്റീസും സെക്യൂരിറ്റിയും അവർക്ക് ജസ്റ്റ് ഡെലിവറി ചെയ്ത് പോകുക. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ആവേശം തരുന്നൊരു പരിപാടിയായിരുന്നു, ഇങ്ങനെ രാത്രിയിൽ ബ്രെഡ് റണ്ണിന് പോകുക എന്നുള്ളത്. അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ്. അൾട്ടിമേറ്റ്ലി നമ്മുടെ പേർപ്പസ് ഇതാണല്ലോ, ആളുകളുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ആളുകളുടെ മനസ്സിലേക്ക് ഇത് എത്തുക, അല്ലെങ്കിൽ ഇനിഷ്യേറ്റീവ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്, ആ ഒരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. അതെ. കാരണം നമ്മൾ ഈ സിംഗപ്പൂർ ഒരു ഡെവലപ്ഡ് കൺട്രി ആണെങ്കിലും സോ മെനി പീപ്പിൾ ഹു ആക്ച്വലി ബെറ്റർ ഫോർ ഹങ്ക. അപ്പം നമ്മുടെ ആ മനസ്സിൽ ഒരു പർപ്പസ് ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയും ചെയ്യുക, അതിലോട്ട് ആൾക്കാരിലോട്ട് എത്തിക്കുക. അപ്പം നമ്മൾ ഇപ്പം ഈ ബ്രെഡ് റൺ എന്ന് പറയുന്നൊരു ആക്ടിവിറ്റി ചെയ്തപ്പോഴാണ് കൂടുതലും ആൾക്കാർക്ക് മനസ്സിലായത്, ഓ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമുക്കൊരു പേഴ്സണലായിട്ടുള്ളൊരു അച്ചീവ്മെൻ്റാണ്. നമുക്ക് റെക്കോർഡ് എന്ന് പറയുന്നത് അതൊരു സൈഡാണെങ്കിലും നമ്മൾ പല കാര്യങ്ങളും പല മെസ്സേജസും നമ്മൾ ഓരോ തരത്തിലും നമ്മൾ ആൾക്കാരിലോട്ട് എത്തിക്കുന്നുണ്ട്. അപ്പം രാത്രിയാണ് നമുക്ക് കൂടുതലും ഒരു ടഫ് സിറ്റുവേഷൻസ് നമുക്ക് വന്നത്. പിന്നെ ഒരു ദിവസം രാത്രി, കാരണം ഫസ്റ്റ് ഡേ രാത്രി ഞാനൊന്ന് സർവൈവ് ചെയ്തു. പിന്നെയുള്ള രാത്രികൾ ഞാൻ ശരിക്കും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. കാരണം നമുക്ക് ഭയങ്കര ടെൻഷൻ. കാരണം ചില സ്ഥലത്ത് സിംഗപ്പൂരിലെ പബ്ലിക് കാർ പാർക്കുകളുള്ളത് ചില സ്ഥലങ്ങളിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആ രാത്രി എവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നതെന്ന് നമ്മൾ ആക്ച്വലി അവരോട് പറയണം. അപ്പോൾ ആ സ്ഥലങ്ങളിൽ അവിടുത്തെ നേച്ചറോ ഇപ്പം രാത്രി ചില നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ലൈക്ക് അവരോട് അറിയിക്കണമെന്നുണ്ടോ? നമ്മൾ ലൊക്കേഷൻ നമ്മൾ അല്ല ഓൾറെഡി നമ്മുടെ പ്ലാനിലുണ്ട്, ഇന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. നൈറ്റ് എപ്പോഴും വർക്കൗട്ട് ആവാറുണ്ട്? അങ്ങനെ സംഭവിക്കാറുണ്ട്? അങ്ങനെയൊന്നും വർക്കൗട്ട് ആവില്ല. കാരണം ചില സ്ഥലങ്ങളിൽ നമ്മൾക്ക് ഗൂഗിൾ ഇൻഫർമേഷനൊക്കെ വെച്ചിട്ട് നമ്മൾ പറയും ഇന്ന സ്ഥലങ്ങളിൽ സ്റ്റേ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അവർ പറയും ഇന്ന രാത്രി കഴിഞ്ഞിട്ട് അവിടെ സ്റ്റേ ചെയ്യത്തില്ല എന്ന് പറയും. അപ്പോൾ സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ സ്ഥലത്തു നിന്ന് നമ്മൾ എക്സിറ്റ് ആകണം. അപ്പോൾ അവർക്കറിയാം നമ്മൾ ഈ വണ്ടി കിടക്കുന്നത് എന്തിനാണ്. പിന്നെ നമ്മൾ പറയും ഇത് പക്ഷേ നമ്മളങ്ങനെ ചെയ്യാറില്ല. സോ അത് അവിടുത്തെ റൂൾസ് അനുസരിച്ച് നമ്മളത് ഫോളോ ചെയ്യും. എന്നിട്ട് ഞാൻ അടുത്ത സ്ഥലം തപ്പി കൊടുത്തിട്ട് ഞാൻ അവർക്ക് മെസ്സേജ് അയക്കും, ഞാൻ ഇന്ന ലൊക്കേഷനിലുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ചേഞ്ച് ഇൻ പ്ലാൻ ഉണ്ടെന്ന് പറയും. അപ്പോൾ ചില സ്ഥലത്ത് ഭയങ്കര ഇരുട്ടായിരിക്കും. അപ്പോൾ ഇരുട്ട് വന്നു കഴിയുമ്പം നമുക്കൊന്നും കാണത്തില്ല, വണ്ടിക്കകത്തിന് ലൈറ്റ് ഇല്ല, വെറുതെ വണ്ടി അവിടെ കിടക്കുന്നു. പിന്നെ നമുക്കൊരു ചെറിയൊരു പേടി വരും. കാര്യം പേടിക്കേണ്ട ആവശ്യമില്ലെങ്കിലും നമുക്കൊരു ചെറിയൊരു പേടി വരും, എങ്ങനെ ഒറ്റയ്ക്ക് നമ്മൾ ആരുമില്ലാതെ കടന്നു കഴിയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഒരു 1 മണി തൊട്ടൊരു 5 മണി വരെയുള്ള സമയമുള്ളൂ പ്രശ്നം. 5 മണി കഴിഞ്ഞ് കഴിയുമ്പോൾ സിംഗപ്പൂരെല്ലാം ആക്റ്റീവ് ആകും. പിന്നെ ഞാൻ അങ്ങോട്ട് വണ്ടി എടുത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ കറങ്ങും. പിന്നെ നമ്മൾ ടോയ്ലറ്റിൽ പോവുക. അപ്പം സിംഗപ്പൂരിൽ ഈ പബ്ലിക് ടോയ്ലറ്റ്സ് ഭയങ്കര നല്ലതാണ്. കാരണം നമുക്ക് എവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് പബ്ലിക് ടോയ്ലറ്റ്സ് നമുക്ക് ആക്സസ് ചെയ്യാം. ആൻഡ് ഇറ്റ്സ് വെരി ക്ലീൻ. അപ്പം ഇപ്പോൾ റിക്രിഷൻ ക്ലബിൽ അല്ലെങ്കിൽ സാധാരണ പബ്ലിക്
ഇപ്പോൾ ഷോപ്പിംഗ് മാൾസ് അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ഇപ്പം MRT ഇപ്പോഴത്തെ ട്രെയിൻ സ്റ്റേഷനിലെ ടോയ്ലറ്റ്സ് ഇതെല്ലാം ഭയങ്കര വൃത്തിയുള്ള ടോയ്ലറ്റ്സാണ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ എനിക്ക് ടോയ്ലറ്റ്സ് അത്ര ആക്സസിബിൾ അല്ലായിരുന്നു. ആ ആക്സസിബിൾ അല്ലാത്ത സ്ഥലത്ത് ഞാനിപ്പം ഒരു തവണ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പം നമുക്ക് കുറേ കടകളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പബ്ലിക് ടോയ്ലറ്റ്സ് ഇല്ലായിരുന്നു. അപ്പം നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നപ്പോൾ ഞങ്ങൾക്ക് കുറേ സ്പാ സെൻറ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ ഓടിച്ചെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ടോയ്ലറ്റ് ആക്സസ് ചെയ്യണമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇത് മസാജിന് വന്നതാണെന്ന് ചോദിച്ചു. മസാജിന് വന്നതാണ്. കയറിയിട്ട് പെട്ടെന്ന് ടോയ്ലറ്റ് ആക്സസ് ചെയ്ത് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു ഇവൻറ്റ് നടത്തുന്നത്. ഇല്ലില്ല മസാജ് അല്ല, അവരോട് എന്തെങ്കിലും പറയണ്ടേ. അപ്പം ഞാൻ ഈ കാര്യം കഴിഞ്ഞിട്ട് കഥ പറയാമെന്ന് പറഞ്ഞു. കാര്യത്തിന് മുമ്പ് എല്ലാം ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ടോയ്ലറ്റ് ആക്സസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവർ മസാജ് വന്നാണ് അതെന്ന് പറഞ്ഞിട്ട് കയറി ആക്സസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു. എന്നിട്ട് വണ്ടി ഞാൻ കാണിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു ഇതുണ്ട് ആ വണ്ടിയാണ്, ഇന്ന ആളാണ് കിടക്കുന്നത്, ലോങ്ങസ്റ്റ് ഏതൊക്കെ അവർക്ക് മനസ്സിലായോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ അവിടെ നിന്ന് തഴുതപ്പി ഞാൻ ഓടി. അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. നമുക്ക് ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇഷ്ടംപോലെ മൊമെൻറ്റ്സ് ഉണ്ട്. രാത്രിയിൽ 1 മണിക്ക് ഓൾഡ് ചാങ്ങി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അവിടെ ഒരു ഹോണ്ടഡ് പ്ലേസ് ഉണ്ട്. സിംഗപ്പൂർ ഹോണ്ടഡ് പ്ലേസ് എന്ന് പറയുന്നു. അപ്പോൾ അവിടെ പോയിട്ട് രാത്രി പോയിട്ട് വീഡിയോസ് എടുക്കുക. ഉള്ളിൽ ഭയങ്കര പേടിയാണ്. പക്ഷെ നമ്മളവിടെ പോയിരുന്നിട്ട് ഗൈസ് നോക്ക് ഇത് ഞാനിപ്പോൾ ഇവിടെയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഓടിപ്പോയി വണ്ടിക്കകത്ത് എന്നിട്ട് വണ്ടി ലോക്ക് ചെയ്തിട്ടിരിക്കും. എന്നിട്ട് അടുത്ത സ്ഥലം പിടിക്കും. അപ്പോൾ ഇങ്ങനത്തെ നമ്മൾ സെൽഫ് എൻഗേജ്ഡ് ആയിട്ട് നമ്മൾ ഇരിക്കാൻ നമ്മൾ ഒത്തിരി ശ്രമിക്കും. അത് കാരണം അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരു ആക്ടിവിറ്റിയും ചെയ്തില്ലെങ്കിൽ ഭയങ്കര നമ്മൾക്കൊരു ഒരു ട്രോമയിലോട്ട് പോകും. സോ ഐ ഡോണ്ട് വാണ്ട് ദാറ്റ് ടു ഹാപ്പൻ. കാരണം അത് ഈ ഒരു അറ്റംപ്റ്റ് ചെയ്തവർക്കല്ലേ ഇതിലൊരു സിമ്പിളായിട്ട് എന്നോട് ചോദിക്കും ഇത് എത്രത്തോളം ഡിഫിക്കൽട്ടാണ് ഈ ഒരു അറ്റംപ്റ്റ് ചെയ്യുന്നത്. ഞാൻ പറയും നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾ 1 മണിക്കൂർ നിങ്ങളൊരു കാറിൽ വെറുതെ ഇരുന്നാൽ മതി. വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് 2 മണിക്കൂറോ ഒരു 6 മണിക്കൂർ നിങ്ങൾ ആ കാറിനകത്ത് വെറുതെ ഇരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ തരണം ചെയ്ത് നമ്മൾ വരിക. ഞാൻ ചോദിക്കാത്തത് നമുക്ക് ഞാനൊരു 4 മണിക്കൂർ അതെ അതെ പുറത്തുനിന്ന് ആലോചിക്കുമ്പോൾ ഇത് ഭയങ്കര എളുപ്പമുള്ള കാറല്ലേ, ഇനിയിപ്പോൾ എന്താ ചിന്തിക്കുക. പക്ഷെ അങ്ങനെയല്ല, അങ്ങനെയല്ല എന്നുള്ളത് എനിക്ക് നമ്മൾ കാരണം ഈ കാറ് ഇത് ഡിഫൻഡർ 110 നീ പറഞ്ഞു ടോണി അത് ഇത്രയും വലിയ കാറല്ലേ. ഞാൻ പറഞ്ഞു കാറെല്ലാം സംഭവിച്ചു. കാരണം ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാറ് ഏതാണെന്നോ പിന്നെ ഇത് എങ്ങോട്ടാണ്. പക്ഷേ നമുക്കറിയാം നമ്മൾ ഇപ്പോൾ ഈ ഹരി നേരത്തെ ചോദിച്ച ചോദ്യം ഇതിൽ തിരിഞ്ഞു നോക്കാൻ പറ്റുമോ, കാരണം തിരിഞ്ഞു നോക്കാൻ പറ്റത്തില്ല. സോ വി ഹാവ് ടു കംപ്ലീറ്റ് ഇറ്റ്. പിന്നെ നമ്മളതൊരു അങ്ങ് പോവുമായിരുന്നു. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഓരോ ദിവസവും ഓരോ മണിക്കൂറും നമ്മൾ കൗണ്ട് ചെയ്ത് നമ്മളതൊക്കെ അങ്ങനെ പിന്നെ ഭയങ്കര എൻജോയ്മെൻറ്റാണ്. കാരണം ചില സമയത്ത് നമ്മളിങ്ങനെ പോകുമ്പം ഈ ആൾക്കാർ സ്റ്റിക്കേഴ്സൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ വണ്ടി ചോദിക്കും എന്നാ പരിപാടി എന്താ കാര്യങ്ങളെന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഈ കുറേ നമ്മൾ സ്റ്റോറീസൊക്കെ നമ്മൾ പറയും ഞാൻ ഇന്ന ആളാണ് ഇന്ന പരിപാടി പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ അത് നമ്മൾ വേർഡ് ഓഫ് മൗത്ത് നമ്മൾ ഒത്തിരി ആൾക്കാരെ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾക്കാരിലോട്ട് ഒത്തിരി ഈ ഒരു ഫുഡ് ഫ്രം ദ ഹാർട്ട് എന്ന് പറയുന്ന ഞാനെന്നുള്ള വ്യക്തിയല്ല ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം ഈ കാറിൽ ഒരു ലക്ഷ്യമാണ്. അപ്പോൾ ആ ഫുഡ് ഫ്രം ദ ഹാർട്ട് എന്ന് പറയുന്ന ആ ഒരു NGO ഇൻഡിപെൻഡൻറ്റ് ഓർഗനൈസേഷനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇവൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്രധാന ലക്ഷ്യം. ഫൈനൽ ക്വസ്റ്റ്യൻ, ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് എന്തായിരുന്നു ഈ സ്പോൺസേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഫാമിലി ഫ്രണ്ട്സ് റെസ്പോൺസ്? ഇത് കാരണം ഇപ്പോൾ ഈ നമ്മുടെ സ്പോൺസേഴ്സും പിന്നെ നമ്മുടെ ഈ ഫുഡ് ഫ്രം ദ ഹാർട്ടിൻ്റെ ഓർഗനൈസേഴ്സും അവർ പറഞ്ഞു അവർ പ്രതീക്ഷിച്ചിരുന്നത് കംപ്ലീറ്റ് ചെയ്യുമെന്ന്. അവർ എൻ്റെ ഒരു പ്ലാനിങ്ങും പ്രിപ്പറേഷൻ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഇത് എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്യുമെന്ന്. പക്ഷെ അവർക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതെങ്ങനെ ആവുമെന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓരോ സമയത്ത് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെന്നെയും വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ദിവസം ഫുഡ് ഫ്രം ദ ഹാർട്ടിൻ്റെ CEO എന്നെ വെൽക്കം ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോൾ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഫാമിലി പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊരു സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പരിപാടിക്ക് മുമ്പ് ഞാൻ പോയിട്ട് അവിടുത്തെ എനിക്ക് എൻ്റെ ബ്രേക്ക് ടൈമിൽ ഞാൻ പോയിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളെല്ലാം മേടിച്ച് ഞാൻ എൻ്റെ പുറത്തെ ബെഡെല്ലാം മാറ്റി ഫുൾ ഞാൻ അറേഞ്ച് ചെയ്തു. കുറേ റൈസ് പാക്കറ്റ്സ് എല്ലാം മേടിച്ച്, കാരണം ഞാനും ഹാർട്ട് ഓൺ വീൽസിൻ്റെ ഭാഗമാണല്ലോ. ഞാൻ കൊണ്ടുപോയി വണ്ടി നിർത്തിയിട്ട് എല്ലാ സാധനങ്ങളും അൺലോഡ് ചെയ്തു.
അപ്പോൾ പിന്നെ അവരെല്ലാവരും ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്യും. അവരിങ്ങനെ പക്ഷേ ഞാൻ ആ സമയത്ത് ഞാൻ ടോട്ടലി ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാകെ ഒരു പ്രത്യേക ഒരു ഷേപ്പിലായിരുന്നു പോയ ഇതിലല്ല. കാരണം 5 ദിവസം നമ്മൾ ഒരു വെയിറ്റ് ലോസ് അല്ല, നമ്മൾ ഫേസെല്ലാം ആകെ ഒരു കരുവാളിപ്പൂഴ് ഭയങ്കര ഒരു ഇതായിരുന്നു, ഭയങ്കര ടയർഡായിരുന്നു. അപ്പം ഞാൻ ഉടനെ പിന്നെ ഉടനെ നമുക്ക് അപ്പോൾ തന്നെ അവിടുത്തെ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ ഓർഗനൈസേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അവരത് ഒഫീഷ്യലി അത് സർട്ടിഫൈ ചെയ്തു. പിന്നെ നമുക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു, ഇത് കഴിഞ്ഞല്ലോ എന്നുള്ളൊരിത്. പക്ഷേ ഏറ്റവും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഫുൾ ഡൊണേഷൻ ഡ്രൈവിൽ നമ്മൾക്ക് 22,000 ഫുഡ് പാക്കറ്റ്സ് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. ആൻഡ് ക്ലോസ് ടു 52,000 സിംഗപ്പൂർ ഡോളേഴ്സ് നമുക്ക് റേസ് ചെയ്യാൻ പറ്റി. അങ്ങനത്തെ ഒരു ബിഗ് അച്ചീവ്മെൻറ്റ് നമുക്ക് ചെയ്തിരുന്നു. അപ്പം അവിടെ സോ ഐ തിങ്ക് ഇറ്റ്സ് എ പ്രൗഡ് മൊമെൻറ്റ് നമുക്ക്. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു ഇനി മേലെ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും അല്ല, ഇനി ഞാൻ എല്ലാ കൊല്ലവും ഞാൻ എന്തേലും ഒരു വ്യത്യാസപ്പെട്ട് ഞാൻ ചെയ്യും. ഇനി ഈ ഒരു ടൈറ്റിൽ, എൻ്റെ ടൈറ്റിൽ ലോങ്സ്റ്റ് സ്റ്റേ ഇൻ എ കാർ, ഇപ്പം എനിക്ക് സിംഗപ്പൂർ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടി. ഇതറിഞ്ഞിട്ട് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അവരുടെ ടൈറ്റിൽ എനിക്ക് തന്നു. അപ്പോൾ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും നമ്മുടെ ഇത് കിട്ടി. പിന്നെ വേൾഡ് റെക്കോർഡ് യൂണിയൻ, അങ്ങനെ മൾട്ടിപ്പിൾ റെക്കോർഡ്സ് നമ്മളെ ഈ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളെ അപ്രോച്ച് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ടൈറ്റിൽ കൊടുക്കുക എന്നുള്ള, അവരും നമുക്ക് അങ്ങനെ കുറേ ടൈറ്റിൽസ് നമുക്ക് വന്നായിരുന്നു ഈ സെയിം ലോങ്സ്റ്റ് സ്റ്റേയിനൊക്കെ. ഗിന്നസ് വേൾഡ് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ എനിക്ക് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇറ്റ്സ് എ വെരി കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ അതിലോട്ട് ഞാനിപ്പോൾ വന്നിട്ടില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഞാൻ ഗിന്നസ് വേൾഡ് റെക്കോർഡായിരിക്കും ചെയ്യുന്നത്. പക്ഷേ എന്താണ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ ഈ ലോങ്സ്റ്റ് സ്റ്റേയിനൊക്കെ നമുക്ക് ഇനി ആർക്കെങ്കിലും ഇപ്പം ഹരിക്ക് നാളെ ഇവിടെ ചെയ്യണമെങ്കിൽ അത് 5 ഡേയ്സ് അല്ലായിരിക്കും. ഒന്നെങ്കിൽ ഒരു മിനിമം 10 ഡേയ്സോ 12 ഡേയ്സോ ആയിരിക്കും. അതായത് 6 ഡേ വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡ് ബ്രേക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഇനിയും ചെയ്യണമെങ്കിൽ, ഇനി ആർക്കെങ്കിലും റെക്കോർഡ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഈവൻ ടഫർ ആയിരിക്കും. അതായിരിക്കും അവിടെ ഒരു ക്രൈറ്റീരിയ. റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ വേണ്ട. ഞാൻ എന്നോട് ചോദിച്ചു ആൾക്കാർ ഇത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറയുന്നത് ഇനിയൊരു അംഗത്തിന് ഞാനില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഓരോ സമയത്ത് നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പം അതൊരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫിസിക്കലി മെൻ്റലി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഈ 2 ഫാക്ടേഴ്സും ഒരുമിച്ച് വരുമ്പോഴേ ഒരു റെക്കോർഡ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഫിസിക്കലി സ്ട്രോങ് ആണ്, പക്ഷേ നിങ്ങൾ മെൻ്റലി വീക്ക് ആണെങ്കിൽ ഐ വിൽ നോട്ട് സജസ്റ്റ്. കാരണം നിങ്ങൾ ഫസ്റ്റ് ഡേ നിങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പം തീർന്നത്. അപ്പം നമ്മൾ അപ്പോൾ അത്രയും ക്വാളിഫൈഡ് ആയിരിക്കണം. മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഏജ് അല്ല, ഈ 2 ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് മാത്രമേ ഉള്ളൂ. വേറെ അത് ഏത് പ്രായക്കാർക്കും അത് ചെയ്യാം. ടോണി, എനിക്കിത് ഒന്നാമത്തെ ഈ റെക്കോർഡ്സിനേക്കാൾ ഉപരി എനിക്കിതിനകത്ത് സ്ട്രൈക്ക് ചെയ്തത് വൈ ദിസ് റെക്കോർഡ് വാസ് മെയ്ഡ് എന്നുള്ളതാണ്. അതിന് പിന്നിലൊരു പേർപ്പസ് ഉണ്ടായിരുന്നു. ആ പേർപ്പസ് മീറ്റ് ചെയ്യുന്നു. ആ പേർപ്പസിലൂടെ രാജ്യത്തിൽ ചുറ്റും പോകുന്നു, ആളുകളിലേക്ക് ഇത് അവയർനെസ് ഉണ്ടാക്കുന്നു. എനിക്ക് വളരെ ഷോക്കിംഗ് ആയിട്ട് തോന്നി. അതുപോലെ ഒരു ഡെവലപ്ഡ് കൺട്രിയിൽ ഇപ്പോഴും അവിടെ സ്റ്റാർവ് ചെയ്യുന്ന ആളുകളുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസിനും അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലും എത്ര മാത്രമായിരിക്കും അതിൻ്റെ പോപ്പുലേഷൻ എന്നുള്ളത് നമുക്ക് ഞെട്ടിപ്പിക്കുന്നതിനപ്പുറമാണ്. അപ്പോൾ ആ ഒരു ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അറ്റംപ്റ്റ്, റൈറ്റ്? യു പ്രൂവ്ഡ് ഇറ്റ്. അറ്റംപ്റ്റിനേക്കാൾ ഉപരി അത് റേസ് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കി എടുത്തതിൽ ഫസ്റ്റ് ഓഫ് ആൾ കൺഗ്രാറ്റ്സ്. അതിൻ്റെ കൂട്ടത്തിൽ അതിന് പിന്നിൽ ഇത്രയും വലിയൊരു പേർപ്പസ് ഉണ്ടാക്കിയെടുത്തതിനും വൈ ദിസ്, അല്ലെങ്കിൽ ഒരു മോട്ടീവ് എന്ന് പറയുന്നതിൽ യു ഡു നോട്ട് ഗോ ബാക്ക്. അതിൽ മുറുകെ പിടിച്ചതിനും മുന്നോട്ട് കൊണ്ടുപോയാൽ യു പ്രൂവ്ഡ് ഇറ്റ്. അതിലും കൂടി വേണ്ടിയിട്ടാണ് വി വാണ്ടഡ് യു ടു ബി പാർട്ട് ഓഫ് അവർ ഷോ ആൻഡ് അവർ ചാനൽ എന്നുള്ളതിന്. എന്തായാലും ടോണി, താങ്ക് യു സോ മച്ച്. ഈ കാര്യങ്ങൾ പറഞ്ഞതിന്, എക്സ്പ്ലെയിൻ ചെയ്തതിൽ, അവിടുത്തെ ബുദ്ധിമുട്ടുകൾ, ഡിഫിക്കൽട്ടീസ് എല്ലാം പറഞ്ഞു തന്നതിന്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ കാറല്ലേ ഈസി. എന്തായാലും താങ്ക് യു സോ മച്ച് ടോണി. എന്തായാലും ഇനി ഇറങ്ങിത്തിരിക്കുന്നുണ്ടോ ഇല്ലൊന്നും എനിക്കറിയത്തില്ല. ചിലപ്പോൾ നാളെ മനസ്സ് മാറാതിരിക്കാം. എന്തായാലും നിലവിൽ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. നിലവിൽ ഇപ്പോൾ ഒരു പ്ലാൻ ഇല്ല. ഇപ്പം നമ്മൾ സിംഗപ്പൂരിൽ, എനിക്കിപ്പോൾ സിംഗപ്പൂർ ഇപ്പോൾ കാണാപ്പാടായി. സിംഗപ്പൂരിൽ എന്തേറെ സ്ഥലങ്ങളുണ്ട്, ഏതൊക്കെ സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാനൊരു ടൂറിസം കമ്പനി തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കറിയാം, കാരണം നമുക്ക് സിംഗപ്പൂർ ഇസ് വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. അത് കാരണം ആ മെയിൻ അട്രാക്ഷൻസ് അല്ലാത്ത സ്ഥലങ്ങൾ ഇറ്റ്സ് വെരി മച്ച് ബ്യൂട്ടിഫുൾ. കാരണം അങ്ങനെയാണ് സിംഗപ്പൂർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൽ ഒരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയതും സിംഗപ്പൂരിനെ പറ്റി കൂടുതൽ പഠിക്കാൻ പറ്റിയതും. സോ ഐ ഫീൽ
it's wonderful and it's beautiful. So thank you so much, Tony. Thank you so much, Harry. Thank you. Thank you. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.